ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വൈറ്റ് ഫുഡ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന എല്ലാ ഫുഡും, അതായത് 24 hours നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും വൈറ്റ് കളറായിട്ടിരിക്കണം. അതാണ് ഇന്നത്തെ ചാലഞ്ച്. സോ നമ്മൾ മാക്സിമം ഹോം മെയ്ഡ് ഫുഡായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റത്തെ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടാക്കുന്നുള്ള കുഞ്ഞു ഷോർട്ടായിട്ട് എടുക്കുന്നുണ്ട്, അതും കൂടെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. വൈറ്റ് ഫുഡ് ചാലഞ്ചിൽ ഫസ്റ്റ് വൺ ഇഡ്ഡലി തന്നെയാണ്. ഇഡ്ഡലിയും തേങ്ങാ ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് ഈ സംഭവം. മോർണിംഗ് ഇഡ്ഡലിയും സംഭവമൊക്കെ, ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് എന്താ അറിയോ, അതിൻ്റെ പാത്രം കഴുകാനാണ്. എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്കും അതേ ഫീലിംഗ് തന്നെയാണ്. പിന്നെ നമ്മൾ ചാലഞ്ചിന് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് രാവിലെ കുഴപ്പമില്ല, മാവ് വെച്ച് ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ആഫ്റ്റർനൂണാണ് എനിക്ക് തോന്നുന്നു ടേസ്റ്റി ആയിട്ടുള്ള എനിക്ക് വരുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം അല്ലേ. പിന്നെ ഒരു കപ്പ എടുത്ത് അങ്ങോട്ട് പുഴുങ്ങി, പക്ഷെ എനിക്കത് കറക്റ്റ് പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു ഏകദേശം ഒരു വെള്ളം. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചതാണ് ചോറ്, തൈര് ആൻഡ് മുട്ടയുടെ വെള്ള, ഉരുളക്കിഴങ്ങ് വേവിച്ചത് മാത്രം. അതിന് ലേശം ഉപ്പിട്ടിട്ട് ഞാൻ സുഖമായിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ തൈരിന് എല്ലാം ഒരു കോമ്പിനേഷനായിട്ട് വരുമോ എന്നെനിക്കറിയില്ലായിരുന്നു, ഉറപ്പുണ്ടായിരുന്നില്ല. ബിക്കോസ് നമുക്ക് ഒരു എരിവോ പുളിയോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പക്ഷേ ഇതിനകത്ത് അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല ഗൈസ്. നമ്മൾ ചാലഞ്ചിന് വേണ്ടിയിട്ട് ഞാനത് ഫുള്ളായിട്ട് കഴിച്ചു. കുഴപ്പമില്ല, പൊട്ടറ്റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പച്ചയായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ പൊട്ടറ്റോസിൽ ലേശം ഉപ്പ് മാത്രം വെതറിയിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. കുഴപ്പമില്ല, അങ്ങനെ നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലിംഗ് ആയി. അതേപോലെ ഇന്നത്തെ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് എരിവും പുളിയും ഒന്നും കൂട്ടാതെ ഇങ്ങനെയുള്ള ഒരു ഫുഡ് കഴിക്കുന്നത്. ദെൻ നമ്മൾ ഈവനിങ് പാലാണ് കുടിച്ചത്, വെറും വൈറ്റ് പാല് കുടിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് സ്നാക്സ് എന്താ കഴിക്കാമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു പിടുത്തമില്ല. കാരണം എൻ്റെ വീട്ടിൽ വൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഏട്ടാ വരുമ്പോൾ ഒരു വൈറ്റ് കളറിലുള്ള ഐസ്ക്രീമോ വാങ്ങിച്ചുകൊണ്ട് വരണം. അങ്ങനെ ഏട്ടൻ ഞാൻ പറഞ്ഞതും കേട്ടുകൊണ്ട് ആൾ വരുമ്പോൾ ഒരു ഐസ്ക്രീമും കൊണ്ടുവന്നു. പക്ഷെ ആ ഐസ്ക്രീം എന്നെക്കാളും കൂടുതൽ കഴിച്ചത് എൻ്റെ മോനായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിന്നറിന് വേണ്ടി